ചെലവ് താങ്ങാൻ വയ്യ, അടിതെറ്റി വീഴുന്ന അമേരിക്ക എന്ന സാമ്രാജ്യത്തെയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമാകെ അസ്ഥിരത വിതച്ച് ആയുധ കച്ചവടത്തിലൂടെ ലാഭം കൊയ്യാൻ ശ്രമിച്ച അമേരിക്കൻ സാമ്രാജ്യത്വം തങ്ങൾ തന്നെ കൊളുത്തിവിട്ട യുദ്ധത്തിൽ സ്വന്തം സമ്പദ് വ്യവസ്ഥ വെന്തുരുകുന്ന കാഴ്ചയാണ് ഇന്ന് ദൃശ്യമാകുന്നത്. സമാധാനത്തിന്റെ വക്താക്കൾ എന്ന വ്യാജേന മധ്യേഷ്യയിൽ ഇടപെടുകയും ഇസ്രായേലിനെ മുൻനിർത്തി യുദ്ധം കൊഴിപ്പിക്കുകയും ചെയ്ത അമേരിക്കയ്ക്ക് ഇറാന്റെ ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഏൽപ്പിച്ചത് ഒരിക്കലും നികത്താനാവാത്ത സാമ്പത്തിക പ്രഹരം തന്നെയാണ്. യുദ്ധത്തിന്റെ ആദ്യ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മാത്രം അമേരിക്കൻ ഖജനാവിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഏകദേശം $50 ബില്യൺ 70 ബില്യൺ ഇടയിലുള്ള ഭീമമായ തുകയുടെ നഷ്ടം സംഭവിച്ചതായിട്ടാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പകുതിയോളം തുക ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയേൺ ഡോം, ആരോ 3 എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനും അത്യാധുനിക ആയുധങ്ങൾ അവിടെ എത്തിക്കുന്നതിനുമായാണ് വകയിരുത്തിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ദശലക്ഷക്കണക്കിന് പൗരന്മാർ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആരോഗ്യ പരിരക്ഷയ്ക്കും വേണ്ടി ബുദ്ധിമുട്ടുമ്പോഴാണ് അമേരിക്കൻ ഭരണകൂടം നികുതിദായകരുടെ പണം പശ്ചിമേഷ്യയിലെ മിസൈലുകൾക്കും ബോംബുകൾക്കുമായി വാരിക്കോരി എറിയുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. വില കുറഞ്ഞ ഇറാന്റെ ഡ്രോണുകളെ നേരിടാൻ ദശലക്ഷക്കണക്കിന് വിലയുള്ള മിസൈലുകൾ തൊടുക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും സാമ്പത്തിക ഭദ്രതയെയും ഒരുപോലെ തളർത്തുന്നു. ഈ പരാജയം മറികടക്കാൻ പുതിയ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ അമേരിക്ക നിർബന്ധിതരാകുന്നു. ഇതിനായി ഇനിയും ശതകോടിക്കണക്കിന് ഡോളർ കണ്ടെത്തേണ്ടി വരുന്നത് ഇതിനകം തന്നെ തകർന്നു നിൽക്കുന്ന അമേരിക്കൻ സാമ്പത്തിക മേഖലയെ പൂർണ്ണമായും ഉലയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ലോക പോലീസ് ചമയാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്ക ഇന്ന് സ്വന്തം ആയുധ നിർമ്മാണശാലകൾക്ക് പണം കണ്ടെത്താൻ പോലും ആകാതെ നട്ടം തിരിയുന്നു. ആഗോള വിപണിയിൽ ഡോളറിനുള്ള ആധിപത്യം തകരുകയും ആഭ്യന്തരമായി പണപ്പെരുപ്പം റെക്കോർഡ് വേഗത്തിൽ കുതിക്കുകയും ചെയ്യുമ്പോൾ ഈ യുദ്ധം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക അന്ത്യത്തിന്റെ തുടക്കമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ആയുധങ്ങൾ വിറ്റ് പണം കൊയ്യാമെന്ന് കരുതിയവർക്ക് സ്വന്തം സുരക്ഷയ്ക്കായി ആയുധങ്ങൾ വാങ്ങാൻ പോലും കടമെടുക്കേണ്ടി വരുന്ന ഗതികേടാണ് ഇന്ന് നിലവിലുള്ളത്. എന്താണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുമല്ലോ. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ ലോകശക്തിയായ അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഏൽക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രഹരമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ദശകങ്ങളായി ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ സാമ്പത്തിക ആധിപത്യത്തിന് ഈ യുദ്ധം അന്ത്യം കുറിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2026 കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ പ്രതിരോധ ബജറ്റ് ചരിത്രത്തിൽ ആദ്യമായി $1 ട്രില്യൺ എന്ന റെക്കോർഡ് സംഖ്യ കടന്നിരിക്കുകയാണ്. യുദ്ധം നീണ്ടുപോകുന്നതോടെ ഇസ്രായേലിനും മറ്റ് സഖ്യകക്ഷികൾക്കും അത്യാധുനിക ആയുധങ്ങൾ എത്തിക്കാനും സ്വന്തം സൈനിക സജ്ജീകരണങ്ങൾക്കുമായി ഇനിയും ഭീമമായ തുക അമേരിക്കയ്ക്ക് കണ്ടെത്തേണ്ടി വരും. ഇത് അമേരിക്കയുടെ പൊതുകടം അല്ലെങ്കിൽ നാഷണൽ ഡെപ്റ്റ് $34 ട്രില്യൺ കുത്തനെ വർദ്ധിക്കാൻ കാരണവുമാകുന്നു. ആയുധ കച്ചവടത്തിലൂടെ വൻകിട പ്രതിരോധ കമ്പനികൾ ലാഭമുണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയിലെ സാധാരണക്കാരന്റെ നികുതി പണമാണ് യുദ്ധഭൂമിയിൽ കത്തിയമരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിലെ അസ്ഥിരത കാരണം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില ബാരലിന് $100 മുകളിൽ തുടരുന്നത് അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാനും ഇടയാക്കിയിട്ടുണ്ട്. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം നിയന്ത്രിക്കാനാവാത്ത വിധം ഉയരുകയും ചെയ്യിപ്പിക്കും. ഫെഡറൽ റിസർവിന് പലിശ നിരക്ക് വീണ്ടും ഉയർത്തേണ്ടി വരുന്നത് അമേരിക്കൻ ഭവന വാഹന വിപണികളെ തളർത്തുകയും രാജ്യം ഒരു ദീർഘകാല സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴുതിവിടാൻ കാരണമാവുകയും ചെയ്തേക്കാം. ലോകബാങ്കിന്റെയും IMFന്റെയും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിനായി അമേരിക്ക ചെലവിടുന്ന ഓരോ ഡോളറും ആഭ്യന്തര വികസന പദ്ധതികളെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെയും ഫണ്ടുകളെയാണ് ചോർത്തുന്നത്. ഇതിനു പുറമെ ഡോളറിന്റെ ആഗോള ആധിപത്യത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ബദൽ കറൻസികളിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ സാമ്പത്തിക സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെയും വേഗത കൂട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ സൈനികമായി കരുത്തു തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം സമ്പദ് വ്യവസ്ഥയെ ഈ യുദ്ധം പാപ്പരാക്കുമെന്ന തിരിച്ചറിവിലാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് സാരം. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോൾ സൈനികാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറക്കേറ്റിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രഹരമാണ് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. യുദ്ധത്തിന്റെ ആദ്യ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മാത്രം
അമേരിക്കയുടെ ഖജനാവിനും അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഏകദേശം $50 ബില്യൺ 70 ബില്യൺ ഇടയിലുള്ള ഭീമമായ തുകയുടെ നഷ്ടം സംഭവിച്ചതായിട്ടാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് പ്രാഥമിക കണക്കുകൾ മാത്രമാണ്. ഇതിൽ പകുതിയോളം തുക ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള അയൺ ഡോം, ആരോ 3 എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനും അത്യാധുനിക ആയുധങ്ങൾ എത്തിക്കുന്നതിനുമായിട്ടാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച ഓരോ ഇന്റർസെപ്റ്റർ മിസൈലിനും ദശലക്ഷക്കണക്കിന് ഡോളറാണ് വിലയെന്നിരിക്കെ ഒരാഴ്ചത്തെ യുദ്ധം അമേരിക്കയുടെ പ്രതിരോധ ബജറ്റിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ആയുധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമായി ഇനിയും ഭീമമായ പണം ആവശ്യമുണ്ട് എന്നിരിക്കെ അമേരിക്കൻ കോൺഗ്രസിന് അടിയന്തരമായി പുതിയ ഫണ്ടുകൾ അനുവദിക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ പൊതുകടം നിയന്ത്രണാതീതമായി വർദ്ധിപ്പിക്കാനുള്ള കാരണമാവുകയും ചെയ്യുന്നു. യുദ്ധം ഒരാഴ്ച പിന്നിട്ടതോടെ ആഗോള എണ്ണ വിപണിയിൽ ഉണ്ടായ കുതിച്ചുചാട്ടം അമേരിക്കൻ ആഭ്യന്തര വിപണിയെയും പിടിച്ചു കുലുക്കി കഴിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയതോടെ അമേരിക്കയിലെ പെട്രോൾ പമ്പുകളിൽ ഗാലന് ശരാശരി 50 സെന്റ് മുതൽ $1 വരെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തു. ഓഹരി വിപണിയിലുണ്ടായ അസ്ഥിരത കാരണം അമേരിക്കൻ നിക്ഷേപകർക്ക് ഒരാഴ്ച കൊണ്ട് ശതകോടിക്കണക്കിന് ഡോളറിന്റെ മൂല്യനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ ആലോചിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് യുദ്ധം സൃഷ്ടിച്ച പണപ്പെരുപ്പം കാരണം പലിശ നിരക്ക് ഉയർത്തേണ്ടി വരുന്ന അവസ്ഥ അമേരിക്കൻ ഭവന വാഹന വിപണികളെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരാഴ്ചത്തെ യുദ്ധം അമേരിക്കൻ നികുതിദായകരുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ദശകങ്ങൾ കൊണ്ട് മാത്രം നികത്താനാകുന്ന സാമ്പത്തിക ആഘാതമാണ്. യുദ്ധം തുടങ്ങിയിട്ട് ഒരാഴ്ച മാത്രമായിട്ടുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ആയുധ കച്ചവടക്കാർ ലാഭം കൊയ്യുമ്പോഴും ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്ക നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ്. എന്തായാലും ഇറാന്റെ നേരിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ വെറും സൈനിക നീക്കങ്ങൾ എന്നതിലുപരി അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയെയും അതുപോലെ ആഗോള വിശ്വാസ്യതയെയും തകർക്കുന്ന കൃത്യമായ പ്രഹരം തന്നെയായിട്ടാണ് മാറിയിരിക്കുന്നത്. ഒരാഴ്ച പിന്നിട്ട യുദ്ധത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം അമേരിക്കയ്ക്ക് ചെലവാക്കേണ്ടി വന്നത് കോടിക്കണക്കിന് ഡോളറുകളാണ്. ഇറാന്റെ ഓരോ വില കുറഞ്ഞ കാമിക്കാസെ ഡ്രോണുകളെയും വെടിവെച്ചിടാൻ അമേരിക്ക ഉപയോഗിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈലുകളാണ്. ഈ അസമമായ സാമ്പത്തിക യുദ്ധം അമേരിക്കയുടെ പ്രതിരോധ ബജറ്റിൽ വലിയ സുഷിരങ്ങൾ വീഴ്ത്തിക്കഴിഞ്ഞു. ഒരാഴ്ചത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഏകദേശം $4 ബില്യൺ മുതൽ $6 ബില്യൺ വരെ അമേരിക്ക നേരിട്ട് ചെലവഴിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആയുധങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കുമായി ഇനിയും ഭീമമായ തുക കണ്ടെത്തേണ്ടി വരുന്നത് അമേരിക്കൻ നികുതിദായകരുടെ മേൽ വലിയ ഭാരമായി മാറിക്കഴിഞ്ഞു. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഹോർമുസ് കടലിടുക്കിനെയും ചെങ്കടലിനെയും ലക്ഷ്യം വെക്കുന്നതോടെ ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടുകയും ഇത് അമേരിക്കൻ വിപണിയിൽ പെട്രോൾ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തു. അമേരിക്കയിലെ പണപ്പെരുപ്പം ഒരാഴ്ച കൊണ്ട് തന്നെ 0.5% മുതൽ 1% വരെ വർദ്ധിക്കാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട്. ഇറാന്റെ സൈബർ ആക്രമണങ്ങൾ അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഊർജ വിതരണ ശൃംഖലകൾക്കും നേരെ ഉണ്ടായതും സാമ്പത്തിക മേഖലയിൽ കനത്ത അസ്ഥിരത സൃഷ്ടിച്ചു. വാൾസ്ട്രീറ്റിലെ പ്രധാന സൂചികകൾ ഒരാഴ്ച കൊണ്ട് 4% മുതൽ 6% വരെ ഇടിഞ്ഞത് നിക്ഷേപകർക്ക് ശതകോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഇങ്ങനെ തുടരുന്നത് അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്നുകൂടിയുണ്ട്. ആയുധ നിർമ്മാണത്തിനായി കൂടുതൽ പണം കണ്ടെത്താൻ സർക്കാർ കടമെടുക്കുന്നത് വർദ്ധിക്കുന്നത് ഡോളറിന്റെ ആഗോള മൂല്യത്തെയും ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ സൈനിക നീക്കങ്ങൾ അമേരിക്കയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന വളരെ തന്ത്രപരമായ നീക്കങ്ങളായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകം മുഴുവൻ കീഴടക്കാനും സ്വാർത്ഥ താല്പര്യങ്ങൾ വിജയിപ്പിക്കാൻ ഏത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും മേൽ കത്തിവെക്കാൻ ഒട്ടും മടി കാണിക്കാത്ത അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അടിപതറുകയാണ് ഈ യുദ്ധത്തിലൂടെ എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാനും ലോകത്ത് സമാധാനം വരാനും നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുമല്ലോ. ഒപ്പം ഇത്തരം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണേ.